നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയാക്കാൻ കഴിയും. സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട, വെറുക്കപ്പെട്ട, ആട്ടിപ്പായിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വന്ന് പറയുന്ന കാര്യമാണ്. ഈശോ അവനെ സ്പർശിച്ചുകൊണ്ടാണ് അവനെ സുഖപ്പെടുത്തുന്നത്. നന്മകൾ ചെയ്യാനുള്ള സന്മനസ്സാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അധികമായ ആവശ്യം. കുഷ്ഠരോഗി ഈശോയോട് പറയുന്ന വാക്യം അതാണല്ലോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അതായത് കുഷ്ഠരോഗിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു തനിക്ക് ഈ രോഗസൗഖ്യം നൽകാൻ യേശുവിന് കഴിവുണ്ട് എന്ന്. ഈ സംഭവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യങ്ങൾ 3 ഞാൻ യേശുവിൻ്റെ നാമം പേറി നടക്കുന്നവനാണ്, അവന് വേണ്ടി ജീവിക്കുന്നവനാണ്. എന്നിരുന്നാലും ഇത്രയും പൂർണ്ണമായൊരു വിശ്വാസം എന്നിലുണ്ടോ? എന്നെ വിശുദ്ധീകരിക്കാൻ, രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് സാധിക്കുമെന്ന് ആഴമായ വിശ്വാസം എനിക്കുണ്ടോ? രണ്ടാമതായി, എന്നെ ശുദ്ധിയാക്കാൻ, യേശുവിനെ വിട്ടുകൊടുക്കാൻ മാത്രം എളിമയും സമർപ്പണവും വിശ്വാസവും എന്നിലുണ്ടോ? മൂന്നാമതായി, തൻ്റെ അനുകമ്പയും പാവങ്ങളോടും രോഗികളോടുമുള്ള സ്നേഹവുമാണ് സമൂഹം ഭ്രഷ്ടി കൽപ്പിച്ച് മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയെപ്പോലും സ്പർശിച്ച് സുഖപ്പെടുത്തുവാൻ ഈശോയ്ക്ക് കഴിഞ്ഞത്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്ക 5:31. അപ്രകാരം സമൂഹത്തിലെ അധകൃതർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക്, രോഗികൾക്ക്, തഴയപ്പെട്ടവർക്കൊക്കെ വേണ്ടി ജോലി ചെയ്യാൻ, സമയം നീക്കിവെക്കാൻ, അവരെ സഹായിക്കാൻ, ശുശ്രൂഷിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടോ? ഞാൻ അതിന് തയ്യാറാണോ? അതോ മറ്റുള്ളവരെ പോലെ മാറി നിന്ന് അവരെ വിമർശിക്കാനും കുറ്റം പറയാനും മാത്രമാണ് ഞാൻ ശ്രമിക്കാറ്? യേശു ആ കുഷ്ഠരോഗിയെ സ്പർശിച്ചപ്പോൾ ഒരു കാര്യം സത്യമാണ്, അവിടുത്തെ ദൈവികമായ വിശുദ്ധിയെ കുഷ്ഠരോഗിയുടെ അശുദ്ധി മലീമസമാക്കുകയല്ല, മറിച്ച് അതിനെ അതിജീവിച്ച് രൂപാന്തരപ്പെടുത്തുകയും വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. 13-ാം വാക്യം പറയുന്നു, അയാൾ ഉടൻ തന്നെ ശുദ്ധിയുള്ളവനായി, തൽക്ഷണം കുഷ്ഠം അയാളെ വിട്ടുമാറിയെന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈശോ അയാളോട് പുരോഹിതൻ്റെ അടുക്കൽ പോകാൻ പറയുന്നത്? അവനൊരു സമൂഹ ജീവി എന്ന നിലയിൽ സമൂഹത്തിൻ്റെ, സഭയുടെ നിയമങ്ങളും രീതികളും അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് അവനെ ഓർമ്മിപ്പിക്കാനായിരിക്കാം. രണ്ടാമതായി, ഏതൊരു ദൈവിക പുണ്യവും വരങ്ങളും അർത്ഥമുള്ളതാകണമെങ്കിൽ അത് സമൂഹവുമായി, വിശ്വാസ കൂട്ടായ്മയുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ്. മൂന്നാമതായി, ഏതൊരു വലിയ കൃപയും ലഭിച്ചവൻ സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ, അധികാരത്തെ അംഗീകരിച്ച് ജീവിക്കാൻ, അധികാരികളോടും സാമൂഹിക വ്യവസ്ഥിതിയോടും ബഹുമാനം പുലർത്താൻ, സഹവസിക്കാൻ തയ്യാറാകണം എന്ന് പഠിപ്പിക്കാനൊക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ, താനും പിതാവുമായി നിരന്തരം ബന്ധപ്പെട്ട് ജീവിക്കുന്നത് പോലെ തൻ്റെ അനുയായികളും തമ്മിലും ദൈവവുമായും നിരന്തരം ബന്ധപ്പെട്ട് സഹവാസത്തിൽ കഴിയണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മെ ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണല്ലോ അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ കൽപ്പനയും. മത്തായി 22:37-39. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ബഹുമാനിക്കാം, സ്നേഹത്തിൽ അവിടത്തോട് ഒന്ന് ചേർന്ന് നിൽക്കാം.